കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വിശദീകരിക്കുന്നത് നടക്കുന്ന സംഭവമാണ്. ദുരന്തം അനുഭവിച്ച പെൺകുട്ടികളെ കുറിച്ചാണ്. ഈ ലവ് ജിഹാദിൽ അകപ്പെട്ടുകൊണ്ട് പെൺകുട്ടികൾ പോവുകയും അവരുടെ അച്ഛനും അമ്മയും ആർത്തലച്ച് കരഞ്ഞതും, സഖാവ് അശോകന്റെ മകളെ നഷ്ടപ്പെട്ട സമയത്ത് സഖാവ് അശോകൻ ആ വീട് സന്ദർശിച്ചവരോട് ഹൃദയം പൊട്ടിക്കൊണ്ട് പറഞ്ഞത്, പ്രാർത്ഥിച്ചില്ല, വീട്ടിൽ വിളക്ക് വെച്ചില്ല, മകളെ 4 ശ്ലോകം പഠിപ്പിച്ചില്ല, ഞാനൊരു ഹിന്ദുവായിട്ട് ജീവിച്ചു, പക്ഷെ ഞാൻ എൻ്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒന്നും എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ പാർട്ടി ഈശ്വരീയ വിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് പാർട്ടി കമ്മിറ്റികളിൽ ക്ലാസ് തന്നത്. എനിക്ക് എൻ്റെ മകളെ നഷ്ടപ്പെടില്ലായിരുന്നു, 4 അക്ഷരം പ്രാർത്ഥിക്കാൻ അവളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് വളരെ വേദനയോട് കൂടിയിട്ട് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും അശോകൻ പറയുകയുണ്ടായി. ആ അശോകേട്ടനെ സംബന്ധിച്ച് തീവ്രവാദികളായിരുന്നു ഈ പെൺകുട്ടികളെ കൊണ്ടുപോയത്. ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കാ ഇതിൽ പ്രതിഷേധമുള്ളത്? കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയോട് കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന് യാതൊരു തരത്തിലുള്ള വെറുപ്പുമില്ല. അവരിവിടെ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കരുത് എന്ന് ശഠിക്കുന്ന 1991 കാലഘട്ടങ്ങളിൽ കൂമൻകൊല്ലി പാലത്തിനടിയിൽ പൈപ്പ് ബോംബ് വെച്ച ഭീകരവാദി, പാനായിക്കുളത്ത് പരിശീലനം നടത്തുകയും അവിടെ ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുകയും ചെയ്ത ഭീകരവാദി, എറണാകുളത്തെ കളക്ട്രേറ്റിനകത്ത് ബോംബ് സ്ഫോടനം നടക്കുകയും നമ്മൾ ഞെട്ടലോടെ അത് കാണുകയും ചെയ്തപ്പോൾ അന്ന് അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഭീകരവാദ സംഘടന. നോക്കും, മലപ്പുറം ജില്ലയിലെ ഗ്രീൻ വാലിക്കകത്ത് ഭീകരവാദ പരിശീലനം നടത്താൻ വേണ്ടിയിട്ട് റോഡിലൂടെ വാഹനത്തിൽ പോകുന്നവനെ എങ്ങനെ വെട്ടിക്കീറി കൊല്ലാമെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് റോഡിലൂടെ പാഞ്ഞു പോകുന്ന നായ്ക്കളെ വെട്ടിക്കൊന്ന് നിരന്തരം നായ്ക്കൾ റോഡിനരികിൽ വെട്ടുകൊണ്ട് പിടഞ്ഞു വീണ് ചത്തുകിടക്കുന്നത് കണ്ട് അത് കേരളത്തിൽ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഭീകരവാദി. ഇവിടെ മദനി ജയിലിനകത്ത് പോയ സമയത്ത് കളമശ്ശേരിയിൽ ബസ് കത്തിച്ചതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഭീകരവാദികൾ. ഇന്ന് ദേശീയ ഏജൻസിയുടെ അന്വേഷണത്തിന്റെ പരിണിതഫലമായി NIA ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വന്ന് തമ്പടിച്ച് ഇവിടെ നിന്ന് ഭീകരവാദ പ്രവർത്തനത്തിന് പരിശീലനം കൊടുക്കുന്നവരെയും അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരിൽ പലരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത്? രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ കാശ്മീർ അതിർത്തിയിൽ വെച്ച് പട്ടാളക്കാരുടെ വെടിയേറ്റിട്ട് താഴെ വീണ ഫയാസിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് അത് കണ്ണൂരിൽ നിന്ന് പോയ ഫയാസാണ് എന്ന്. എന്താ ഫയാസിന്റെ ഉമ്മ പറഞ്ഞത്? ഫയാസിന്റെ ഉമ്മ പറഞ്ഞത്, ഓൻ ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചുവെങ്കിൽ ഓന്റെ മയ്യത്ത് പോലും ഞമ്മക്ക് കാണണ്ടായെന്ന് പറഞ്ഞ അമ്മ. ആ ഉമ്മയുടെ സാമാന്യ മര്യാദ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം കാണിച്ചിരുന്നുവെങ്കിൽ ഈ കേരള സ്റ്റോറിക്കെതിരായിട്ട് ഇങ്ങനെ ഉറഞ്ഞു തൊള്ളേണ്ട കാര്യമില്ല. എത്രയോ സിനിമകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ സിനിമകളെല്ലാം തന്നെ അതിൽ ചില കാര്യങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ അത് ശരിയാണ് എന്നുള്ള തോന്നലുണ്ടാകുന്നത് കൊണ്ടാണല്ലോ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ടും അത് സിനിമ പ്രദർശിപ്പിച്ച ബിഷപ്പിനെതിരായിട്ടും പള്ളികളിലെ ഫാദർമാരുമായിട്ടും ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തുന്നത്. പക്ഷെ ഇവിടെ ഇതിനു മുൻപ് ബിഷപ്പ് ചോദിച്ച ചോദ്യത്തിന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മറുപടി കൊടുക്കണം. എന്താ ബിഷപ്പ് പറഞ്ഞത്? ബിഷപ്പ് പറഞ്ഞത്, ഞങ്ങളുടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ, ആയിരക്കണക്കോളം വരുന്ന പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കാണാതാവുന്നു, നഷ്ടപ്പെടുന്നു. അവരെവിടെയാ പോകുന്നത്? അവരാരാണ് പ്രണയത്തിനകത്ത്, പ്രണയ വലയ്ക്കകത്ത് കുരുക്കിയിട്ട് കൊണ്ടുപോകുന്നത്? ആ കൊണ്ടുപോകുന്നവർക്കെതിരെ നടപടി വേണമെന്ന് ഇന്ന് ബിഷപ്പ് പറഞ്ഞുവെങ്കിൽ ഞങ്ങളത് 15 വർഷം മുമ്പ് പറഞ്ഞതാണ്. ഞങ്ങൾ എന്താ പറഞ്ഞത്? പ്രണയിച്ചൊരു ഹിന്ദുവിനെ ഒരു മുസൽമാൻ കല്യാണം കഴിക്കുന്നതിനല്ല എതിര്. പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അവളെ നോക്കണം, സംരക്ഷിക്കണം, അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അവൾ ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടിയിട്ട് ജീവിക്കണം. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ആ പെൺകുട്ടിയെ എന്തിനാണ് ഭീകരവാദികൾക്ക് കാഴ്ചവെക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള CD വരെ കിട്ടിയില്ല. എവിടെയാ കിട്ടിയത്? നമ്മുടെ ജോസഫ് മാഷുടെ കൈവെട്ടിയെടുത്ത ഭീകരവാദികളെ പിടിച്ചപ്പോ അതിൽ ചിലരെ പിടിച്ച സമയത്താണ് ആ CDകളിൽ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്നതിന്റെ ചിത്രം. മാനഭംഗപ്പെടുത്തുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഇരുന്നു കൊണ്ട് ആ മാനഭംഗപ്പെടുത്തുന്നവരെ കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ചിത്രം കേരളത്തിൽ പുറത്തു വന്നില്ലേ? ഇതെല്ലാം ജീവിക്കുന്ന തെളിവുകളായി കേരളത്തിന്റെ മുന്നിൽ ഉണ്ടായിട്ട് എന്തിനാണ് ഈ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പരിശ്രമിക്കുന്നത്? എന്താ കാര്യം? VD സതീശൻ അതിനെതിരെ വരുന്നു, അതിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരുന്നു. കാരണം എന്താണ്? SDPI, പോപ്പുലർ ഫ്രണ്ട്, ഇതൊക്കെ ഒറ്റ കുപ്പിക്കകത്തുള്ള സാധനമാണ്. ഒന്നാണ്, ഇവര് പല പേരുകളിൽ പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 1991 മലപ്പുറം ജില്ലയുടെ അന്നത്തെ SP ആയിരുന്ന, ഇപ്പൊ മരണപ്പെട്ടു പോയ ശ്രീമാൻ അരുൺകുമാർ സിൻഹ, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ടല്ലോ. 90കളിലേക്ക് 95കളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കാൻ VD സതീശൻ തന്റെ ഇടമുണ്ടോ? എന്താ റിപ്പോർട്ട്?
12-ലധികം വരുന്ന ഭീകരവാദ സംഘടനകൾ മലപ്പുറത്തിന്റെയും കേരളത്തിന്റെയും വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകൾക്കെതിരെ അന്ന് നടപടിയെടുക്കാൻ, ഇത്രയും കാലം കഴിഞ്ഞ് നടപടിയെടുക്കാൻ ഒരാവശ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? എന്താ ഉണ്ടാകാത്തത്? ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് 10 വോട്ട്. അതാരെ കൊന്നിട്ടായാലും കുഴപ്പമില്ല, ഏത് സമൂഹത്തെ നശിപ്പിച്ചിട്ടായാലും കുഴപ്പമില്ല. അവര് അങ്ങനെ കാലാകാലമായിട്ട് മേലനങ്ങാതെ പണിയെടുക്കാതെ ഇവിടുത്തെ ഭീകരവാദ സംഘടനകൾക്ക് രഹസ്യമായിട്ട് താവളം ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ രാജ്യത്തിനകത്തുള്ളത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് കേരള സ്റ്റോറിക്കെതിരെയും ബിഷപ്പിനെതിരെയും ഇവർ പ്രതികരിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ വെല്ലുവിളിക്കാൻ ഒരു സമൂഹം ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്ന കാര്യത്തിൽ അർത്ഥശങ്കയില്ലാതെ ശുദ്ധിയുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമൂഹത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് അവർക്ക് വേദനയുണ്ട്, അവരുടെ കുട്ടിയെ കാണുന്നില്ല. ISI ഭീകര പ്രവർത്തനത്തിന് വേണ്ടി പോയ ആളുകൾക്കിടയിൽ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി പെട്ടത്? ആരാണ് അവളെ റിക്രൂട്ട്മെന്റ് ചെയ്ത് കൊണ്ടുപോയത്? ആരാണ് അവളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തിയത്? ഞാൻ എത്രയോ തിരിച്ചു വന്ന പെൺകുട്ടികളുമായി സംസാരിച്ച ഒരമ്മയാണ്. എനിക്കറിയാമല്ലോ, അവർ ജീവിച്ചിരിക്കുകയല്ലേ കേരളത്തിന് മണ്ണിൽ. ഈ VD സതീശനോ ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവോ ഒരാൾ അഖിലേന്ത്യാ തലത്തിൽ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന KC വേണുഗോപാൽ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലേ, ഒരു KC വേണുഗോപാലോ ഏതെങ്കിലും കരയുന്ന ഒരു അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായോ? ഇല്ലല്ലോ. അത് തയ്യാറായാൽ തീരുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. നിങ്ങൾ തയ്യാറാവില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടത് രാജ്യം നശിച്ചാലും രാജ്യത്തെ കഷ്ണം കഷ്ണമാക്കി വെടിച്ചു കളയുമെന്ന് JNU ക്യാമ്പസിനകത്ത് പോയി പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയെ, അത് പ്രസംഗിപ്പിച്ച KC വേണുഗോപാൽ അഖിലേന്ത്യാ തലത്തിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിലെ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം എന്നുള്ളതാണ്. ഇത് തന്നെയല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയും? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആരിഫ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. എന്താണ് 24 ചാനല് പറഞ്ഞത്? ആരാ 24 ചാനലിലെ പാർട്ട്നേഴ്സ്? ആരൊക്കെയാണ്? ഒന്ന് പരിശോധിച്ച് നോക്കണം. അവിടെ ഒരു ഹിന്ദുവിനെ, ഈഴവ സമൂഹത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ എനിക്കെതിരായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുമ്പോൾ അതിന്റെ പിറകിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാരൻ മുഹമ്മദാണ്. ഈ കോഴിക്കോട്ടുകാരൻ മുഹമ്മദിന്റെ ഷെയർ എത്രയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒന്ന് അന്വേഷിക്കണ്ടേ? ആ ചാനല് ആരാണ്? അതിലത്തെ പ്രമാണിമാര്, മുതലാളിമാര് ആരാണ് ഇവർക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു പരിശോധന മാധ്യമ സുഹൃത്തുക്കൾ ചെയ്യേണ്ടതല്ലേ? കാരണം രാഷ്ട്രീയക്കാർ തെറ്റ് ചെയ്താൽ മാധ്യമങ്ങൾ പിറകിൽ നടക്കുന്നുണ്ടല്ലോ, അല്ലേ? ചെറിയ രീതിയിൽ നല്ല ചില മാധ്യമങ്ങൾ പിറകിൽ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ പോൾ മുത്തൂറ്റ് കൊല ചെയ്യപ്പെട്ടപ്പോ കത്തി അന്വേഷിക്കാൻ വേണ്ടി പോയ പ്രബുദ്ധരായിട്ടുള്ള മാധ്യമങ്ങളുള്ള നാടല്ലേ ഇത്? ആരൊക്കെയാണ് ഇതിന് പണം നിക്ഷേപിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണം വേണ്ടേ? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് നടത്തും. ഇപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ.